ഉപ്പുതറയിലെ ബഹുമാനപ്പെട്ട പഞ്ചായത്ത് പ്രസിഡന്റ് ശ്രീ ജെയിംസ് ജേക്കബ്, അതുപോലെ നമ്മുടെ സ്കൂളിൻ്റെ ഹെഡ് മിസ്ട്രസ് പ്രീതി സെബാസ്റ്റ്യൻ, അതുപോലെ നമ്മുടെ PTA പ്രസിഡന്റ് മാനു ഹാനണി, പ്രിയമുള്ള ടീച്ചേഴ്സ്, ഏറ്റവും പ്രിയമുള്ള കുട്ടികളെ, ഇന്ന് ജൂൺ 5 അതിൻ്റെ പ്രാധാന്യം നിങ്ങൾക്ക് അറിയാമോ? എന്താ പ്രാധാന്യം? ലോക പരിസ്ഥിതി ദിനമാണ്. അപ്പോൾ ലോക പരിസ്ഥിതി ദിനം പറഞ്ഞാൽ ലോകത്തിൽ ജീവജാലങ്ങളും അതുപോലെ മരങ്ങളും തമ്മിൽ നല്ല ബന്ധമുണ്ട്. അതിനെപ്പറ്റി ഐൻസ്റ്റീൻ പറഞ്ഞിട്ടുണ്ട്, ഇംഗ്ലീഷിൽ ഇങ്ങനെ പറഞ്ഞിട്ടുണ്ട്, ഇഫ് ദ ബീസ് ഡിസപ്പിയർ ഫ്രം ദ ഫേസ് ഓഫ് ദി എർത്ത് ദ മാൻ വുഡ് ഹാവ് ഓൺലി 4 years ലെഫ്റ്റ് ടു ലീവ്. അതായത് ഈ ഭൂമിയിലെ ഈ തേനീച്ചകൾ ഭൂമിയിൽ നിന്ന് അപ്രത്യക്ഷമായപ്പോൾ മനുഷ്യർക്ക് 4 വർഷം മാത്രമേ ജീവിക്കാൻ സാധിക്കുകയുള്ളൂ. അതുപോലെ മരം ഒരു വരമാണ്. ഈ മരങ്ങളില്ലെങ്കിൽ ഭൂമിയില്ല, അതുപോലെ തേനീച്ചകളിൽ ഭൂമിയില്ല. ഇതുപോലെ മനുഷ്യരും ജീവജാലം തമ്മിലുള്ള അഭേദ്യമായ ബന്ധത്തെപ്പറ്റി കവികളെല്ലാം വർണ്ണിച്ചിട്ടുണ്ട്. ഞാൻ അതിനെപ്പറ്റി അധികം കടക്കുന്നില്ല. നമ്മുടെ ബഹുമാന്യനായ പഞ്ചായത്ത് പ്രസിഡന്റ് ശ്രീ ജെയിംസ് ജേക്കബ് നമ്മുടെ ഈ മരത്തെ നട്ടുകൊണ്ടുകൊണ്ട് ലോക പരിസ്ഥിതി ദിനം ആചരിക്കുകയാണ്. ബഹുമാനമുള്ള നമ്മുടെ YMRP സ്കൂളിൻ്റെ ഹെഡ് മിസ്റ്റേഴ്സ് പ്രീതി സെബാസ്റ്റ്യൻ ടീച്ചർ, നമ്മുടെ ഏറ്റവും സ്നേഹമുള്ള PTA പ്രസിഡന്റ് ശ്രീ മനു ആൻ്റണി, അതുപോലെ തന്നെ നമ്മുടെ ജോസാറ്, ബഹുമാനമുള്ള ടീച്ചേഴ്സ്, എൻ്റെ ഏറ്റവും പ്രിയമുള്ള കുഞ്ഞുങ്ങളെ, നമ്മുടെ ജോസാറ് പറഞ്ഞ പോലെ തന്നെ ഇന്ന് നമ്മുടെ ലോക പരിസ്ഥിതി ദിനമാണ്. അപ്പോൾ നമ്മുടെ പ്രകൃതിയും മനുഷ്യനും മണ്ണും ജലവുമൊക്കെ എല്ലാം ഒരു ഇൻ്റർലിങ്കായിട്ടുള്ള കാര്യങ്ങളാണ്. അപ്പോൾ ഇതൊന്നും ഇല്ലെങ്കിൽ, നമുക്ക് പ്രകൃതി ഇല്ലെങ്കിൽ, ജലമില്ലെങ്കിൽ, മണ്ണില്ലെങ്കിൽ നമുക്ക് ജീവിക്കാനായിട്ട് സാധ്യമല്ലാത്തൊരു കാലത്താണ് നമ്മൾ ആയിരിക്കുന്നത്. നമുക്കറിയാം, നമ്മുടെ മോഡേൺ ടെക്നോളജിയുടെ കാലത്താണ് നമ്മൾ ജീവിക്കുന്നത്. അതുകൊണ്ട് തന്നെ മനുഷ്യൻ ടെക്നോളജിപരമായിട്ടും കൂടുതൽ അവരുടെ പണം സമ്പാദിക്കാൻ വേണ്ടിയിട്ടായിട്ട് നമ്മുടെ ഭൂമിയെയും ഒക്കെ പരിസ്ഥിതിയെയും ഒക്കെ വളരെയധികം കീറി മുറിച്ചുകൊണ്ട് നിർമ്മാണ പ്രവർത്തനങ്ങളടക്കം ഒരുപാട് കാര്യങ്ങളിലോട്ട് പോകുന്നൊരു സാഹചര്യമാണുള്ളത്. നമുക്കറിയാം, നമ്മുടെ ഇടുക്കിയെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ നമ്മുടെ പ്രകൃതിയുടെ വരദാനമാണ്. നമ്മുടെ ഗോഡ്സ് ഓൺ കൺട്രിയിലെ നമ്മുടെ ദൈവത്തിൻ്റെ സ്വന്തം നാട്ടിലെ ഏറ്റവും മനോഹരമായിട്ടുള്ള ഒരു പ്രദേശമാണ് ഇടുക്കി എന്നുള്ളത്. അപ്പോൾ നമ്മുടെ ഇവിടുത്തെ കാലാവസ്ഥയും ഒക്കെ ഓരോ ദിവസം കൂടുതൽ മാറിക്കൊണ്ടിരിക്കുകയാണ്. അതിൻ്റെ ഏറ്റവും വലിയ ഉദാഹരണം എന്ന് പറയുന്നത് നമ്മുടെ മരങ്ങളും നമ്മുടെ ഇതൊക്കെ വനങ്ങളൊക്കെ നശിച്ചുകൊണ്ടിരിക്കുന്നതിൻ്റെ ഭാഗമായിട്ടാണ്. അപ്പോൾ അത്തരത്തിൽ അങ്ങനെയൊരു ഡീഫോറസ്റ്റേഷൻ അതിൻ്റെ ഭാഗമായിട്ട് നമുക്കൊരു ഒരുപാട് കാര്യങ്ങൾ നമുക്ക് നമ്മുടെ ഭൂമിയിൽ നിന്ന് അപ്രത്യക്ഷമാവുകയാണ്. നമ്മുടെ വായുവും ജലവും മണ്ണും ഒക്കെ സുന്ദരമാണ്. അത് ഏറ്റവും നമ്മുടെ വരുന്ന തലമുറയ്ക്ക് കൂടി മാറ്റിവെക്കാനുള്ള ഒരു ഉത്തരവാദിത്വം നമുക്കുണ്ട്. അതിൻ്റെ ഭാഗമായിട്ടാണ് നമ്മൾ നമ്മുടെ പ്രകൃതിയെ സംരക്ഷിക്കുന്നതിൻ്റെ ഭാഗമായിട്ട് ഇന്ന് ലോക പരിസ്ഥിതി ദിനത്തോടനുബന്ധിച്ച് ഒരുപാട് സ്ഥലങ്ങളിൽ നമുക്ക് നമ്മുടെ പഞ്ചായത്തിൻ്റെ വിവിധ പ്രദേശങ്ങളിൽ, സ്കൂളുകളിൽ, മറ്റ് കൃഷിഭവനുകൾ, പഞ്ചായത്തിൻ്റെ ആയിട്ടുള്ള ഇടങ്ങളിലൊക്കെയും മരത്തൈകൾ വെച്ച് പിടിപ്പിച്ചുകൊണ്ട് നമുക്കൊരു ഐക്യദാർഢ്യം പ്രഖ്യാപിക്കുകയാണ്. അപ്പോൾ അങ്ങനെ ഇന്നത്തെ ഈ പരിസ്ഥിതി ദിനത്തിൻ്റെ ആയിട്ടുള്ള എല്ലാവിധമായ ആശംസകളും നമ്മുടെ പ്രിയ കുഞ്ഞുങ്ങൾക്ക് നേരുകയാണ്. അപ്പോൾ നമ്മുടെ വരും തലമുറ ഇത്തരത്തിൽ പ്രകൃതിയെയും മണ്ണിനെയും ജലത്തെയും ഒക്കെ സ്നേഹിക്കുന്ന മക്കളായിട്ട് വളരട്ടെ എന്ന് പ്രത്യേകമായിട്ട് ആശംസിക്കുകയാണ്. അപ്പോൾ ഈ പരിസ്ഥിതി ദിനം നമ്മളൊരു മരത്തൈ, നമ്മുടെ നല്ല മാവ് നട്ടാൽ മാത്രമേ മാങ്ങാപ്പഴം തരും. മാങ്ങാപ്പഴം ഇഷ്ടമല്ലേ? അപ്പോൾ നമ്മൾ നടാൻ പോവുകയാണ്. നമ്മുടെ പഞ്ചായത്ത് പ്രസിഡന്റ് നമ്മൾ അതിനായിട്ട് ക്ഷണിക്കുകയാണ്. കൈ കൊടുക്കും. ആണോ? അഡ്വാൻസ് ആണോ? കാലം നല്ലൊരു സന്ദേശമൊക്കെ തന്നൊരു മോട്ടിവേഷനൊക്കെ തന്ന് നമ്മോടൊപ്പം എത്തിച്ചേർന്ന ജോസാറിനും കിരൺ സാറിനും ആയിരക്കണക്കിന് ആളുകൾ ഒരു പാട്ട് പാടിക്കും. പാട്ട് പാടാം, പരിസ്ഥിതി പാട്ട് പാടാമോ? നമ്മിടേക്ക് പാടിക്കേ. ഒരു തൈ നടാം നമുക്കമ്മയ്ക്കു വേണ്ടി, ഒരു തൈ നടാം കൊച്ചു മക്കൾക്കു വേണ്ടി.